വെൽക്കം ടു ജാസ് നെറ്റ്വർക്ക്. പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമുക്ക് പോപ്പുലേഷൻ ഗ്രോത്തിനെ കുറിച്ച് പഠിക്കാം. The size of a population is never constant. It keeps on changing in time depending on food availability, nature of the weather and predation pressure. അപ്പോൾ സൈസ് ഓഫ് എ പോപ്പുലേഷൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ സൈസ് ഒരിക്കലും കോൺസ്റ്റന്റ് ആയിരിക്കില്ല. അതെപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു പോപ്പുലേഷനിലെ ഇൻഡിവിജ്വൽസിന്റെ എണ്ണം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. അതിനകത്തുള്ള ഫുഡ് അവൈലബിലിറ്റി, അതുപോലെ വെതറിന്റെ കണ്ടീഷൻസ്, അതുപോലെ പ്രിഡേഷൻ, പ്രഷർ, ഇതൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. പ്രിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജീവി മറ്റൊന്നിനെ പിടിച്ചു നിന്നത്, അതല്ല പ്രിഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയും ഇൻഡിവിജ്വൽസിന്റെ എണ്ണം കുറവ് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. The population density in a given habitat during a given period fluctuates due to the changes in four basic principles. അപ്പോൾ ഇതെല്ലാം കാരണം ഇതിനകത്ത് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് 4 പ്രത്യേക ബേസിക് ഫാക്ടേഴ്സ് ആണ് ഇതിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി, ഒരു കൃത്യസ്ഥലത്തെ ഒരു ഗിവൺ ഹാബിറ്റാറ്റിലുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റി ഒരു ഗിവൺ പീരീഡിൽ വ്യതിയാനം വരുന്നതിന് ബേസിക് ആയിട്ട് 4 കാര്യങ്ങളാണുള്ളത്. ദാറ്റ് ഈസ് നാറ്റാലിറ്റി, മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ ആൻഡ് എമിഗ്രേഷൻ. അപ്പോൾ ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ ഒരു പ്രത്യേക ഹാബിറ്റാറ്റിലുള്ള പോപ്പുലേഷൻ സൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യാനുള്ള കാരണം 4 ഡിഫറെന്റ് പ്രോസസ്സാണ്. നാറ്റാലിറ്റി, മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ ആൻഡ് എമിഗ്രേഷൻ. അപ്പോൾ പോപ്പുലേഷൻ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പോപ്പുലേഷൻ ചേഞ്ച് ചെയ്യുന്നതിന് ഫുഡ് അവൈലബിലിറ്റി, അതുപോലെ നേച്ചർ ഓഫ് ക്ലൈമറ്റ്, ഇതെല്ലാം വരുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ പ്രധാനമായിട്ട് ഇത് പെട്ടെന്ന് എപ്പോഴും ഒരു പ്രത്യേക ടൈം പീരീഡിൽ ചേഞ്ച് ചെയ്യാനുള്ള പ്രധാന കാരണം നാറ്റാലിറ്റി, മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ ആൻഡ് എമിഗ്രേഷൻ. Natality is the number of births in a population during a given period of time. ഒരു പ്രത്യേക കാലയളവില് ഒരു പോപ്പുലേഷനിലാകുന്ന ജനിച്ചവരുടെ എണ്ണം, അതാണ് നേറ്റാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ മോർട്ടാലിറ്റി എന്ന് പറയുന്നത് the number of death in a population during a given period of time. ഒരു പർട്ടിക്കുലർ പീരീഡിൽ ആ പോപ്പുലേഷനിൽ ഉണ്ടാകുന്ന മരിച്ചവരുടെ എണ്ണം, അതാണ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. എത്ര പേര് ആ പോപ്പുലേഷനിൽ മരണപ്പെട്ടു, അതാണ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. Immigration is the number of individuals of the same species that have come into that habitat from elsewhere during a particular time period. ഒരു പ്രത്യേക ടൈം പീരീഡിൽ ആ ഹാബിറ്റാറ്റിലേക്ക് മറ്റെവിടെ നിന്നോ വരുന്ന ഇൻഡിവിജ്വൽസിന്റെ എണ്ണം, അതാണ് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക കാലയളവിൽ വേറെ എവിടെന്നെങ്കിലും ഈ ഹാബിറ്റാറ്റിലേക്ക് വന്നു ചേരുന്നവരുടെ കണക്കാണ് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എമിഗ്രേഷനോ, the number of individuals of the same species who left the habitat and gone somewhere during the time period under consideration. അപ്പോൾ നമ്മൾ ഏത് ടൈമാണോ അല്ലെങ്കിൽ ഏത് പീരീഡ് ഓഫ് ടൈമിലാണോ കൺസിഡർ ചെയ്യുന്നത്, ആ പീരീഡിൽ ആ ഹാബിറ്റാറ്റിൽ നിന്ന് മറ്റെവിടേക്കോ പോയവരുടെ എണ്ണം, അതാണ് എമിഗ്രേഷൻ എന്ന് പറയുന്നത്. ഈ ഹാബിറ്റാറ്റിൽ നിന്ന് മാറിപ്പോയവരുടെ എണ്ണം, അതാണ് എമിഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 പ്രോസസ്സാണ് പോപ്പുലേഷൻ ഡെൻസിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായും ഈ 4 പ്രോസസ്സാണ്. നാറ്റാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബേർത്ത് ഇൻ ദ പോപ്പുലേഷൻ ഡ്യൂറിങ് എ പീരീഡ് ഓഫ് ടൈം. മോർട്ടാലിറ്റി, നമ്പർ ഓഫ് ഡെത്ത്സ് ഇൻ ദ പോപ്പുലേഷൻ ഡ്യൂറിങ് എ പീരീഡ് ഓഫ് ടൈം. ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് ദ സെയിം സ്പീഷീസ് ദാറ്റ് കം ഇൻ ടു ദ ഹാബിറ്റാറ്റ്. ആ ഹാബിറ്റാറ്റിലേക്ക് വന്നവരുടെ എണ്ണം. ഇതോ എമിഗ്രേഷൻ ഈസ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഹു ലെഫ്റ്റ് ദ ഹാബിറ്റാറ്റ്. ഹാബിറ്റാറ്റിൽ നിന്ന്
വിട്ടുപോയവരുടെ എണ്ണം, അതാണ് എമിഗ്രേഷൻ എന്ന് പറയുന്നത്. Natality and immigration contribute the increase in the population. Natality and immigration. Natality ജനിക്കുന്നവരുടെ എണ്ണമാണ്. അപ്പോൾ ആ പോപ്പുലേഷനിൽ എണ്ണം കൂടുന്നു. ഇമിഗ്രേഷൻ വേറെ സ്ഥലത്ത് നിന്ന് വന്നു ചേരുന്നവരുടെ എണ്ണമാണ്. അപ്പോഴും പോപ്പുലേഷന്റെ എണ്ണം കൂടുന്നു. അപ്പോൾ natality and immigration contribute the increase of the population, whereas mortality and emigration cause the decrease of the population. എമിഗ്രേഷനും മോർട്ടാലിറ്റിയും പോപ്പുലേഷന്റെ സൈസ് കുറയാൻ കാരണമാകുന്നു. അപ്പോൾ ഇത് രണ്ടെണ്ണം പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യിക്കുമ്പോൾ മോർട്ടാലിറ്റിയും എമിഗ്രേഷനും പോപ്പുലേഷൻ ഡിക്രീസ് ചെയ്യാൻ കാരണമാകുന്നു. പോപ്പുലേഷൻ സൈസ്, ഒരു സ്ഥലത്തുള്ള ഒരു ഹാബിറ്റാറ്റിലുള്ള പോപ്പുലേഷൻ സൈസ്, ആ പോപ്പുലേഷൻ സൈസ് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഇവിടെ കുറെ പേർ ജനിക്കുന്നു. അപ്പോൾ നാറ്റാലിറ്റി, നമ്പർ ഓഫ് ബർത്ത്, നാറ്റാലിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ബി എന്നാണ്. ബി ബർത്തിനെ കാണിക്കാൻ, അതാണ് നാറ്റാലിറ്റി. അപ്പോൾ നാറ്റാലിറ്റി അതില് ഇവിടെ പുതിയതായിട്ട് ആളുകൾ ജനിക്കുമ്പോൾ അത് ഈ പോപ്പുലേഷന്റെ എണ്ണം കൂട്ടുന്നു. ആരോ ശ്രദ്ധിക്കൂ, അതിലേക്കാണ് വരുന്നത്. അപ്പോൾ ജനിച്ചവരുടെ എണ്ണം പോപ്പുലേഷൻ സൈസ് കൂട്ടാൻ കാരണമാവുന്നു. അതുപോലെ തന്നെ ഇമിഗ്രേഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഐ എന്നാണ്. അപ്പോ ഇമിഗ്രേഷൻ വേറെ സ്ഥലത്തു നിന്ന് വന്നു ചേരുന്നവർ, അവരും ഈ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇനി മോർട്ടാലിറ്റി ഡി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു ഡെത്ത്. അപ്പോൾ ഡെത്ത് സംഭവിക്കുമ്പോൾ ഈ പോപ്പുലേഷൻ സൈസ് കുറയുന്നു, കാരണം അതിൽ നിന്ന് വിട്ടുപോകുന്നു. നമ്മുടെ സൈസ് എണ്ണമാണ് പറയുന്നത്, അപ്പോൾ ഇതില് കുറവ് വരുന്നു മോർട്ടാലിറ്റി വന്നപ്പോ. അതുപോലെ എമിഗ്രേഷനിൽ ഇതുപോലെ തന്നെ ആളുകൾ ഈ ഹാബിറ്റാറ്റിൽ നിന്ന് പോകുന്നവർ, അപ്പോ ആരോ എങ്ങോട്ട് വന്നു? ഇവിടെ വരുന്നു, കണ്ടോ? അതിൽ നിന്ന് പോകുന്നു. അപ്പോൾ ഈ ഡയഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രാമാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് പലപ്പോഴും തന്നിട്ട് ഈ ആരോ ഇടാൻ വരെ നിങ്ങളോട് ആവശ്യപ്പെടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആരോ ശ്രദ്ധിക്കണം. നാറ്റാലിറ്റി പോപ്പുലേഷൻ സൈസ് ഇൻക്രീസ് ചെയ്യിക്കുന്നു. അപ്പോൾ ആരോ പോപ്പുലേഷൻ സൈസിലേക്കാണ് നമ്മൾ ഇടുന്നത്. ഇമിഗ്രേഷൻ അതുപോലെ തന്നെ. ഇത് രണ്ടും പോപ്പുലേഷൻ സൈസ് ഡിക്രീസ് ചെയ്യിക്കുന്നു. സോ നമ്മൾ ആരോ പുറത്തേക്ക് ഇടുന്നു, അതിൽ നിന്ന് വിട്ടുപോകുന്നവർ. മനസ്സിലായോ? അപ്പോൾ ഈ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ നാറ്റാലിറ്റിയെ ഡിനോട്ട് ചെയ്യാൻ ബി, മോർട്ടാലിറ്റി ഡി, ഇമിഗ്രേഷൻ ഐ ആൻഡ് എമിഗ്രേഷൻ ഇ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി പോപ്പുലേഷൻ ഡെൻസിറ്റി എൻ ആണെന്ന് വിചാരിക്കുക. ഒരു സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇയറിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഏത് ആനിമലോ എന്തിൻ്റെങ്കിലും ആയിക്കോട്ടെ, പോപ്പുലേഷൻ ഡെൻസിറ്റി ആ സമയത്ത് എൻ ആണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ എത്രയെങ്കിലും ഒരു ടൈം പീരീഡ്, ആ ടൈം പീരീഡ് ടി ആണെങ്കിൽ ആ സമയത്തുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റി എൻ ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2000 നമ്മൾ ഒരെണ്ണം എടുത്തു, അത് ഒരു 2005 എടുക്കുന്നു. അപ്പോൾ അവിടെ ടി എന്ന് പറയുന്നത് 5 ഇയേഴ്സ് കഴിയുമ്പോൾ ഉള്ളതാണ്, അതാണ് 5. അപ്പോൾ ആ സമയത്തുള്ള പോപ്പുലേഷൻ, അപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു എൻ പ്ലസ് മോർട്ടാലിറ്റി ബി പ്ലസ് ഇമിഗ്രേഷൻ ഐ മൈനസ് ഡി പ്ലസ് ഇ. ഇതാണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എൻ പ്ലസ് ബി പ്ലസ് ഐ മൈനസ് ഡി പ്ലസ് ഇ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു സമയത്ത് ഒരു സ്ഥലത്തുള്ള പോപ്പുലേഷൻ 500 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ ഈസ് ഈക്വൽ ടു 500. ഇനി ഡെത്ത്, അവിടെ ഉണ്ടായ ആ പോപ്പുലേഷനിൽ ബർത്ത് ഉണ്ടായത് ഒരു 30 ആണെങ്കിൽ ഡെത്ത് 10 ആണെന്ന് വിചാരിക്കുക.
ഇനി ഇമിഗ്രേഷൻ 40, ഇമിഗ്രൻസ് ഒരു 30, ഇത്രയും ആണെങ്കിൽ പോപ്പുലേഷൻ ആഫ്റ്റർ 1 ഇയർ, ആ സമയത്തുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റി, ഒരു ഇയർ കഴിയുമ്പോൾ ഉള്ള പോപ്പുലേഷൻ. അപ്പോൾ ആ ഒരു ഇയറിലുള്ള ഡെത്ത്, എമിഗ്രേഷൻ ഒക്കെയാണ് നമുക്ക് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? എൻ എന്ന് പറയുന്നത് 500 പ്ലസ് ബി എത്രയായിരുന്നു? 30 പ്ലസ് ഐ എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ 40. അതിൽ നിന്ന് മൈനസ് ചെയ്യണം എന്ത്? ഡെത്ത് എത്രയാണ്? 10. ഡെത്ത് 10 പ്ലസ് എമിഗ്രേഷൻ 30. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 30 പ്ലസ് 40 70 മൈനസ് 30 പ്ലസ് 10 40 അല്ലേ? 500 പ്ലസ്, അപ്പൊ എത്ര കിട്ടി? 70 മൈനസ് 40 എത്രയാണ്? 30. അപ്പോൾ 500 പ്ലസ് 30 that is equal to 530. അപ്പോൾ അടുത്ത വർഷം ഉള്ള പോപ്പുലേഷൻ NT എന്ന് പറയുന്ന പോപ്പുലേഷൻ, അതായത് NT അവിടെ 1 ഇയർ ആണെങ്കിൽ N1 എന്ന് നമ്മൾ പറയും. ആ സമയത്ത് പോപ്പുലേഷൻ 530. അപ്പോൾ ഇവിടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി വിൽ ഇൻക്രീസ് if the number of birth plus the number of immigrants is more than number of death plus number of immigrants. അതായത് ബി പ്ലസ് ഐ ഈസ് മോർ ദാൻ ഡി പ്ലസ് ഇ. അങ്ങനെ വരുമ്പോഴാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. ഈ ഡി പ്ലസ് ഇ ആണ് ഇതിനേക്കാൾ കൂടുതൽ വരുന്നതെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി will decrease. അപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ആണ് ഈ പറഞ്ഞത് n plus b plus i minus d plus e. Under normal conditions, birth and death are the most important factors influencing the population density. സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ അവിടെ മോർട്ടാലിറ്റി, ഡെത്ത് ആൻഡ് ബർത്ത് അല്ലെങ്കിൽ മോർട്ടാലിറ്റി ആൻഡ് നേറ്റാലിറ്റി ആണ് പോപ്പുലേഷൻ ഡെൻസിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. The other two processes, immigration and emigration, have importance only when some special conditions, ചില സ്പെഷ്യൽ കണ്ടീഷനിൽ മാത്രമാണ് അതിന് ഇമ്പോർട്ടൻസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, if a new habitat is just being colonized, the immigrants may have more significance than birth rate. അപ്പോൾ ഒരു പുതിയ കോളനി ഉണ്ടായി വരിക, പെട്ടെന്ന് ഒരു കോളനൈസേഷൻ, ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഒരു കോളനി ഉണ്ടായതാണെങ്കിൽ അവിടെ നേറ്റാലിറ്റിയേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അപ്പോൾ അവിടെ ഇമിഗ്രൻസ് ആയിത്തീരുന്നു. അല്ലെങ്കിൽ സാധാരണഗതിയിലാണെങ്കിൽ നേറ്റാലിറ്റിക്കും മോർട്ടാലിറ്റിക്കും അല്ലെങ്കിൽ ബർത്ത് റേറ്റിനും ഡെത്ത് റേറ്റിനുമാണ് ഇമ്പോർട്ടൻസ്. ഇതുപോലെ സ്പെഷ്യൽ കേസിൽ മാത്രമാണ് എമിഗ്രൻസിനും ഇമിഗ്രൻസിനും ഒക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ? When we plot population size over time, we will get growth models. പോപ്പുലേഷൻ സൈസ് നമ്മൾ ഒരു ടൈം പീരീഡിലേക്ക് അതിനെ പ്ലോട്ട് ചെയ്താൽ, അതിനെ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്താൽ, XY ആയിട്ടുള്ള ആ ഗ്രാഫിന്റെ XY ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പോപ്പുലേഷൻ, ഇവിടെ നമ്മൾ പോപ്പുലേഷൻ സൈസ് കൊടുക്കുന്നു, ഇവിടെ ടൈം കൊടുക്കുന്നു. അപ്പൊ നമുക്കൊരു ഗ്രാഫ് ലഭിക്കുന്നു. അതാണ് ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് ദ പോപ്പുലേഷൻ സൈസ് ഈസ് പ്ലോട്ടഡ് ഓവർ ടൈം, വി വിൽ ഗെറ്റ് ഗ്രോത്ത് മോഡൽസ്. The population growth models are of two types. രണ്ട് ടൈപ്പ് ഗ്രോത്ത് മോഡൽസ് ആണുള്ളത്. ഒന്ന് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്, വേറൊന്ന് രണ്ടാമത്തത് ലോജിസ്റ്റിക് ഗ്രോത്ത്. എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആൻഡ് ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡൽ, അങ്ങനെ രണ്ട് ടൈപ്പ് ഗ്രോത്ത് മോഡൽസ് ആണുള്ളത്. എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് എന്താണെന്ന് നോക്കാം. The availability of resources are important for normal growth of the population. ഒരു പോപ്പുലേഷനിലുള്ള ഇൻഡിവിജ്വൽസിന്റെ നോർമൽ ഗ്രോത്ത് എന്ന് പറയുന്നത്
ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് എന്താണ്, അതിന് വേണ്ടുന്ന വളരുന്നതിന് വേണ്ടുന്ന അനുകൂലനങ്ങൾ എന്തൊക്കെയാണ്, അതിന് വളരുന്നതിന് വേണ്ടത് ഫുഡ് വേണം, അതുപോലെ സ്പേസ് വേണം, ഇതൊക്കെയാണ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള റിസോഴ്സസ് അൺലിമിറ്റഡ് ആണെങ്കിൽ, ലിമിറ്റ് ഇല്ലാതെ ഒരുപാട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ റിസോഴ്സസ് ആണ് പോപ്പുലേഷന്റെ നോർമൽ ഗ്രോത്തിനെ സഹായിക്കുന്നത്. അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ആർ എസെൻഷ്യൽ ഫോർ നോർമൽ ഗ്രോത്ത് ഓഫ് ദി population. When the resources are unlimited, each species has the ability to grow rapidly. അപ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് റിസോഴ്സസ്, അതിന് വേണ്ടുവോളം സ്പേസ്, വേണ്ടുവോളം ഫുഡ് ഒക്കെ ആവശ്യത്തിലധികം ഉണ്ടെങ്കിൽ അതിനകത്തുള്ള ഓരോ മെമ്പറും, ആ പോപ്പുലേഷനിലെ ഓരോ മെമ്പറും റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യുന്നു. വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പോപ്പുലേഷൻ, ആ ഹാബിറ്റാറ്റിലെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഓരോ മെമ്പറും പെട്ടെന്ന് വളരുന്നു. അതാണ് പോപ്പുലേഷൻ സൈസ് ഈ റിസോഴ്സിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ റിസോഴ്സസ് കൂടുതലുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ആ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ദിസ് ഈസ് നോൺ ആസ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്. അതിനാണ് നമ്മൾ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ when the resources are unlimited, then we plot population density over time. We will get a J-shaped curve. ഒരു സ്മോൾ ലെറ്റർ ജെ എഴുതിയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ഒരു കർവ് നമുക്ക് ലഭിക്കുന്നു. കാരണം പോപ്പുലേഷൻ ഡെൻസിറ്റി ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്തു. എക്സ് ആക്സിസിൽ ടൈമും പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തുടക്കത്തില് അല്പം ഒന്ന് ലാഗ് ചെയ്തു വരുമെങ്കിലും പെട്ടെന്ന് തന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. തുടക്കം ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആവശ്യത്തിന്റെ റിസോഴ്സസ് ഉള്ളത് കൊണ്ട്, ആ തുടക്കം എന്ന് പറഞ്ഞാൽ അത് ആ കുറേ എണ്ണം വരുന്ന സമയത്ത്, അപ്പോൾ അത് ഇത്തിരി സ്ലോ ആണെങ്കിലും അതിന് ആവശ്യത്തിന് റിസോഴ്സസ് ഉള്ളത് കൊണ്ട് അത് പെട്ടെന്ന് തന്നെ റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ ജെ പോലിരിക്കുന്ന ഒരു കർവ് ലഭിക്കുന്നു. മനസ്സിലായോ? ഏതിലാണ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്? എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത് റിസോഴ്സസ് അൺലിമിറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ ഉള്ള ഗ്രോത്ത് ആണ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് ജെ ഷേപ്പ് ആയിട്ടുള്ള ഒരു കർവ് ലഭിക്കുന്നത്. ഇഫ് എ പോപ്പുലേഷൻ സൈസ് n, ബർത്ത് റേറ്റ് b, ഡെത്ത് റേറ്റ് d, the increase or decrease of the population during time period t is equal to dn by dt is equal to n into b minus d. b minus d birth minus death rate. അപ്പോൾ b minus d r ആണെങ്കിൽ population density is equal to rn. b minus d അത് r എന്നെടുക്കുകയാണെങ്കിൽ rn അല്ലെങ്കിൽ nr എന്ന് പറയും. rn. This r is known as intrinsic rate of natural increase. പോപ്പുലേഷൻ ഡെൻസിറ്റി എക്സ്പൊണൻഷ്യൽ ഗ്രോത്തില്, അതായത് റിസോഴ്സസ് അൺലിമിറ്റഡ് ആയിരിക്കുന്ന സന്ദർഭത്തില് പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം പീരീഡ് ടി, ഒരു ടി ആയിട്ടുള്ള ടൈമില് പോപ്പുലേഷൻ ഡെൻസിറ്റി കണക്കാക്കുന്നത് dn by dt is equal to n into b minus d. ആ b minus d യെ നമ്മൾ ഒന്നിച്ച് r എന്ന് പറയും. That r is known as intrinsic rate of natural increase. രണ്ടാമത്തത് ലോജിസ്റ്റിക് ഗ്രോത്ത്. In nature, the exponential growth is very rare due to the lack of unlimited resources. Unlimited resources, ലിമിറ്റ് ഇല്ലാതെ റിസോഴ്സസ് കിട്ടുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതിൻ്റെ ലഭ്യത അങ്ങനെ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പഠിച്ച എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത് റെയർ ആയിട്ടുള്ളതാണ്. അപ്പോൾ കൂടുതലും നടക്കുന്നത് ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ്. കാരണം ലിമിറ്റഡ് റിസോഴ്സ് ആണ് സാധാരണ ഉള്ളത്. അൺലിമിറ്റഡ് ആയിട്ട് റിസോഴ്സ് വെരി റെയർ ആണ്. അതുകൊണ്ട് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത് റെയർ ആയിട്ടാണ് സംഭവിക്കുന്നത്. കൂടുതലും ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ്. അപ്പോൾ അങ്ങനെ അൺലിമിറ്റഡ് റിസോഴ്സ് ലാക്ക് ആയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ലഭ്യത കുറവായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണുള്ളതെങ്കിൽ എന്ത് സംഭവിക്കുന്നു?
കോമ്പറ്റീഷൻ ഒക്കേഴ്സ് ബിറ്റ്വീൻ ദി മെമ്പേഴ്സ്. അതിനകത്തുള്ള ആ പോപ്പുലേഷനിലുള്ള മെമ്പേഴ്സ് തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാകുന്നു. Competition occurs between the individuals of the population for limited resources. ആ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സിന് വേണ്ടി, ഫുഡിന് വേണ്ടി അല്ലെങ്കിൽ സ്പേസിന് വേണ്ടിയൊക്കെ കോമ്പറ്റീഷൻ ഉണ്ടാകുന്നു. Eventually, the fittest individual will survive and reproduce. കാലക്രമേണ ഫിറ്റസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടായി കഴിയുമ്പോൾ അതിൽ ഫിറ്റ് ആയിട്ടുള്ളവര്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണല്ലേ. ഫിറ്റസ്റ്റ് ആയിട്ടുള്ളവര് സർവൈവ് ചെയ്യുന്നു, റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എക്സാമ്പിൾ പറയാം, നമ്മൾ കുറെ ചീരവിത്ത് നട്ടു അല്ലേ. ചീരവിത്ത് നമ്മളിങ്ങനെ പാകി കഴിയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുഞ്ഞു കുഞ്ഞ് അതിന്റെ സീഡ്ലിങ്സ് ഇങ്ങനെ നിറച്ച് മുട്ടി നിൽക്കുന്നത് പോലെ പെരുകി നിൽക്കുന്നത് കാണാം. കുറച്ച് അത് എല്ലാം കൂടി അങ്ങനെ അത്ര കൂടി നിൽക്കുമ്പോൾ നമ്മൾ അതിനെ പറിച്ചിങ്ങനെ മാറ്റി മാറ്റി നടും അല്ലേ. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇതെല്ലാം കൂടി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ മറിച്ച് മാറ്റി നട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിന് വളരാൻ സ്പേസ് ഇല്ലാതെ വരുന്നു. അതിന് കിട്ടുന്ന വെള്ളമെല്ലാം ഇവരെല്ലാവരും കൂടി വാശിയിലാണ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതില് ഫിറ്റായിട്ടുള്ള ആള് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഏബിൾ ആയിട്ടുള്ളവര് അത് കൂടുതൽ അബ്സോർബ് ചെയ്ത് അവർ വളരാൻ തുടങ്ങുന്നു. മറ്റുള്ളവർക്ക് വേണ്ടത്ര കിട്ടാതെ വരുന്നു. ഫുഡും കിട്ടുന്നില്ല, സ്പേസും കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്രയും കൂടി നിന്നതിനകത്തുനിന്ന് ഒന്നോ രണ്ടോ ഒക്കെ വളർന്ന് വലുതാകുന്നു, ബാക്കിയുള്ളത് നശിച്ചു പോകുന്നു. അത് ഫിറ്റായിട്ടുള്ളവർ വളർന്നു വരുന്നു, അത് വളർന്നു വന്ന് പൂവും കായും ഒക്കെ ഉണ്ടാകുന്നു, റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ ഫിറ്റസ്റ്റ് ഇൻഡിവിജ്വൽസ് സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ്, മറ്റുള്ളത് നശിച്ചു പോകുന്നു. അതാണ് ലോജിസ്റ്റിക് ഗ്രോത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അവിടെ റിസോഴ്സസ് ആർ ലിമിറ്റഡ്, അല്ലെങ്കിൽ ലാക്ക് ഓഫ് അൺലിമിറ്റഡ് റിസോഴ്സസ്, അവിടെ വേണ്ടുവോളം റിസോഴ്സസ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോഴാണ് ഫിറ്റസ്റ്റ് ആയിട്ടുള്ളവർ മാത്രം അതിനെ അതിജീവിച്ചു വരുന്നു. In nature, a given habitat has enough resources to support a maximum possible number, beyond which no further growth is possible. അപ്പോൾ നേച്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗിവൺ ഹാബിറ്റാറ്റില് അതിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റി, ഒരു നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ, എത്ര നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് അതിൽ ജീവിക്കാൻ കഴിയും എന്നുള്ള, സാധാരണ എല്ലാ നേച്ചറിലും അങ്ങനെ ഒരു കപ്പാസിറ്റി, ഇത്ര പേർക്ക് അതിനെ ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളൊരു കപ്പാസിറ്റി നോർമലായിട്ടുണ്ട്. ആ കപ്പാസിറ്റി അത് കഴിഞ്ഞാൽ അവിടെ ജീവിക്കാനായിട്ട് പോസിബിൾ ആയിട്ട് വരത്തില്ല. ദാറ്റ് പർട്ടിക്കുലർ ലിമിറ്റ് ഈസ് നോൺ ആസ് ക്യാരിയിങ് കപ്പാസിറ്റി. അതായത് ഒരു പർട്ടിക്കുലർ ഹാബിറ്റാറ്റില് എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ള ലിമിറ്റിനെയാണ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. If the resources are limited in a habitat, the population shows a lag phase and an acceleration phase and a deceleration phase and then asymptote. That means it reaches the carrying capacity. That means the population reaches maximum carrying capacity. അതിന്റെ മാക്സിമത്തിലേക്ക് എത്തിക്കഴിഞ്ഞു, ആ ക്യാരിയിങ് കപ്പാസിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടുന്നു. അപ്പോൾ എക്സ്പൊണൻഷ്യൽ ഗ്രോത്തില് ഒരു ജെ ഷേപ്പ് കർവാണ് കിട്ടിയത്. ഇവിടെ ലോജിസ്റ്റിക് ഗ്രോത്തില് നമുക്ക് എന്ത് ഷേപ്പ് കിട്ടി? ഒരു എസ് ഷേപ്ഡ് കർവ്. ഇങ്ങനെ ഒരു കർവ് കിട്ടുന്നു. ഇതിനെ എസ് ഷേപ്ഡ് കർവ് അല്ലെങ്കിൽ സിഗ്മോയിഡ് കർവ് എന്ന് പറയും. സിഗ്മോയിഡ് കർവ്. അപ്പോൾ ഇതിനകത്ത് ഒരു ലാഗ് ഫേസ് ഉണ്ട്, ഒരു ആക്സിലറേഷൻ ഫേസ്, ഒരു ഡെസിലറേഷൻ ഫേസ് ആൻഡ് ദെൻ ക്യാരിയിങ് കപ്പാസിറ്റി. അവസാനം അത് ക്യാരിയിങ് കപ്പാസിറ്റിയിലേക്ക് എത്തി. അപ്പോൾ പിന്നെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകുന്നു. അതാണ് ലോജിസ്റ്റിക് ഗ്രോത്ത്. ഈ ലോജിസ്റ്റിക് ഗ്രോത്തിനെ നമ്മൾ വേർഹസ്റ്റ് പോൾ ലോജിസ്റ്റിക് ഗ്രോത്ത് എന്നും പറയാറുണ്ട്. അവർ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ്. അപ്പോൾ വേർഹസ്റ്റ് പോൾ ലോജിസ്റ്റിക് ഗ്രോത്ത് അറിയാൻ പറഞ്ഞതാണ്. ടെക്സ്റ്റിൽ അങ്ങനെ ഉണ്ട്. അപ്പോൾ അത് സാധാരണ പറയാറില്ല, ചോദിക്കാറില്ല. അപ്പോൾ ലോജിസ്റ്റിക് ഗ്രോത്ത്, ഇനി വേർഹസ്റ്റ് ലോജിസ്റ്റിക് ഗ്രോത്ത് എന്നാണ് അതിന്റെ ശരിക്കുള്ള പേര്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലോജിസ്റ്റിക് ഗ്രോത്ത് എന്ന് പറയുന്നത്.
So here population density is equal to dn by dt equal to Rn into k minus n by k. K minus n by k. K എന്ന് പറയുന്നത് carrying capacity. N is the initial population. R എന്ന് പറയുന്നത് intrinsic rate of natural increase. Intrinsic rate, that means B minus D. അതാണ് R എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ dn by dt equal to Rn into k minus n by k. K is the carrying capacity. R is the intrinsic rate of natural increase, that is B minus D. അപ്പോൾ രണ്ട് ഡിഫറെന്റ് ഇക്വേഷൻ. ആദ്യം എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിൽ എന്തായിരുന്നു ഇക്വേഷൻ? n Rn ഇതായിരുന്നു. അപ്പോൾ dn by dt is equal to Rn. ഇവിടെ Rn into k minus n by k, that is logistic growth. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എക്സ്പൊണൻഷ്യൽ ഗ്രോത്തില് ഒരു ജെ ഷേപ്ഡ് കർവ് കിട്ടുന്നു. അതിലെ dn by dt is equal to Rn. ഇനി അടുത്തതില് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ പോയിട്ട് എസ് ഷേപ്ഡ് കർവ്. ഇത് ജെ ഷേപ്ഡ് കർവ് ആയിരുന്നു. ഇത് എസ് ഷേപ്ഡ് കർവ് അല്ലെങ്കിൽ സിഗ്മോയിഡ് കർവ് എന്ന് പറയും. ഇവിടെ dn by dt is equal to Rn into k minus n by k. k എന്ന് പറയുന്നത് carrying capacity. അപ്പോൾ എക്സ്പൊണൻഷ്യൽ ഗ്രോത്തും ലോജിസ്റ്റിക് ഗ്രോത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത് when the resources are unlimited. റിസോഴ്സസ് അൺലിമിറ്റഡ് ആയിരിക്കുമ്പോഴാണ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് സംഭവിക്കുന്നത്. എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിൽ നമുക്ക് കിട്ടുന്നത് ജെ ഷേപ്ഡ് കർവ് ആയിരിക്കും. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് dn by dt is equal to Rn. ഇനി ലോജിസ്റ്റിക് ഗ്രോത്ത് രണ്ടാമത്തത്. ഇത് ലോജിസ്റ്റിക് ഗ്രോത്ത്. ലോജിസ്റ്റിക് ഗ്രോത്തിലാണെങ്കിൽ ലോജിസ്റ്റിക് ഗ്രോത്ത് എപ്പോഴാണ് സംഭവിക്കുന്നത്? when the resources are limited. അവിടെ കുറച്ച് റിസോഴ്സസേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസേ ഉള്ളൂ. അപ്പോഴാണ് ലോജിസ്റ്റിക് ഗ്രോത്ത് സംഭവിക്കുന്നത്. അങ്ങനെ ലോജിസ്റ്റിക് ഗ്രോത്തില് റിസോഴ്സസ് ലിമിറ്റഡ് ആയിരിക്കും. വി വിൽ ഗെറ്റ് എൻ എസ് ഷേപ്ഡ് കർവ് അല്ലെങ്കിൽ സിഗ്മോയിഡ് കർവ്. അതായത് പോപ്പുലേഷനിൽ ആദ്യം ഒരു ലാഗ് ഉണ്ടാവുന്നു, ദെൻ ആക്സിലറേറ്റ് ചെയ്യുന്നു, ദെൻ ഡിസിലറേറ്റ് ചെയ്യുന്നു, ആൻഡ് carrying കപ്പാസിറ്റിയിലേക്ക് എത്തുന്നു. അതിന്റെ ഇക്വേഷൻ dn by dt is equal to Rn into k minus n by k. ഇതില് k എന്ന് പറയുന്നത് carrying capacity, R എന്ന് പറഞ്ഞാൽ intrinsic rate of natural increase. അതാണ് R എന്ന് പറയുന്നത്, that is B minus D. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഇതില് മെയിൻ ആയിട്ട് ലോജിസ്റ്റിക് ഗ്രോത്തും എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്. എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് റെയർ ആണ്. എന്തുകൊണ്ടാണ് റെയർ ആയിരിക്കുന്നത്? എപ്പോഴും റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ലാക്ക് ഓഫ് അൺലിമിറ്റഡ് റിസോഴ്സസ്, ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് എപ്പോഴും ഉണ്ടാകാറില്ല. അതുകൊണ്ട് ലിമിറ്റഡ് റിസോഴ്സസ് ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് കൂടുതലായിട്ടും ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഡയഗ്രവും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് തന്നിട്ട് ഇത് ഏതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് ജെ ഷേപ്ഡ് കർവ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിനെ സൂചിപ്പിക്കുന്നു. സിഗ്മോയിഡ് കർവ് ഇത് ലോജിസ്റ്റിക് ഗ്രോത്തിനെ കുറിക്കുന്നു. ക്ലിയർ ആയോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ ഉടനടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.